മോസ്റ്റ് പീപ്പിൾ ഫെയിൽ ഇൻ ദ ഫസ്റ്റ് 2 minutes ഓഫ് ദ ഇൻ്റർവ്യൂ എന്നൊരു സെയിമിങ് തന്നെ ഉണ്ട്. ഇത് മുഴുവനായി ശരിയൊന്നുമല്ല, പക്ഷെ നിങ്ങൾ എങ്ങനെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇൻ്റർവ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാ ഇൻ്റർവ്യൂവിലും ഉറപ്പായും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതുമാണ്. സോ എങ്ങനെ നല്ലൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ നല്ല ഫോർമാറ്റ്സ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് അവൈലബിൾ ആണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ഡോക്ടർ ജോമിനി ജോയ്സ്. ഞാനൊരു പ്രൊഫഷണൽ റെസ്യൂമെ റൈറ്ററും കരിയർ കോച്ചുമാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ പല വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരുപാട് ബ്ലോഗ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ല, ഇതിനെക്കുറിച്ച് നമ്മളൊരു ChatGPT ചോദിച്ചാൽ പോലും നമുക്കിതെങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു സാധാരണഗതിയിലുള്ളൊരു വിവരം കിട്ടും. പക്ഷേ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് തുടക്കത്തിൽ തന്നെ നമ്മളോട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് തന്നെ നേരത്തെ എഴുതി ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പം നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ ഇതെങ്ങനെ പറയണം, നിങ്ങളൊരു മിഡ് കരിയർ പ്രൊഫഷണൽ ആണെങ്കിൽ എങ്ങനെ പറയണം, അല്ലെങ്കിൽ നിങ്ങളൊരു കരിയർ തുടങ്ങി ഒരു കുറച്ച് നാൾ ഒരു 3 to 5 years ഓഫ് എക്സ്പീരിയൻസ് ആയ ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതെങ്ങനെ അവതരിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റ്സ് എന്തൊക്കെ? അനവധി ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്. ഒന്നെന്ന് പറയുന്നത് PPF ഫോമുല. നിങ്ങൾക്കറിയാം, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഈ ഫോമുലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യാം. രണ്ടെന്ന് പറയുന്നത് ESA ഫോമാറ്റ്, എക്സ്പീരിയൻസ്, സ്കിൽസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഫോമാറ്റ്. ഇനി വേറൊരു ഫോർമാറ്റും കൂടെ ഉണ്ട്, അത് സ്റ്റാർ ഫ്രെയിംവർക്ക്, സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ ആൻഡ് ഔട്ട്കംസ് അല്ലെങ്കിൽ റിസൾട്ട്സ്, ഇങ്ങനെ ഒരു ഫോമാറ്റിലും നമുക്ക് പറയാം. നിങ്ങൾക്കിതിൽ ഏത് ഫോമാറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ ക്ലയൻസിന് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഫോമാറ്റ് എന്ന് പറയുന്നത് ESA ഫോമാറ്റാണ്. വാട്ട് ഈസ് ESA? ESA സിംപ്ലി എക്സ്പീരിയൻസ്, സ്കിൽസ് ആൻഡ് അച്ചീവ്മെൻറ്റ്. നിങ്ങളൊരു മിഡ് കരിയർ പ്രൊഫഷണലാണ്, അതായത് നിങ്ങൾക്കൊരു 7-8 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ESA നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പറയാൻ പറ്റും. ഇവിടെ എക്സ്പീരിയൻസിൽ നിങ്ങൾ റാൻഡമായിട്ട് നിങ്ങളുടെ കറണ്ട് എക്സ്പീരിയൻസ് മാത്രമല്ല പറയണ്ടേ. നിങ്ങൾക്ക് ചിലപ്പം ഒന്നിൽ കൂടുതൽ റോളുകൾ ഇതിന് മുന്നേ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെ പലതരം വ്യത്യസ്തങ്ങളായ ഇൻഡസ്ട്രികളിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾ USA പോയിട്ടുണ്ട്, പിന്നെ തിരിച്ചു വന്ന് നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനത്തെ കുറേ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് വരുന്ന ക്ലയൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ബിഗ് 4 കമ്പനീസിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ നമുക്ക് സാധിക്കും. ഒരു സാമ്പിൾ എക്സ്പീരിയൻസ് ഫോമാറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് ആദ്യം ഒന്ന് എഴുതുക എന്നുള്ളതാണ് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണ്, നിങ്ങൾ ജസ്റ്റ് കോളേജിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എങ്കിൽ ഈ എക്സ്പീരിയൻസിൻ്റെ അവിടെ എഡ്യൂക്കേഷനാണ് വരുന്നത്. ESA എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ റീസൺ ഗ്രാജുവേറ്റ് ഇൻ, സ്പെഷ്യലൈസിങ് ഇൻ, നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന എന്ത്, മാർക്കറ്റിംഗ് ആൻഡ് HR, നമ്മൾ ഫ്രം XYZ യൂണിവേഴ്സിറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാവും, വോളണ്ടിയറിങ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് എക്സ്പീരിയൻസ് കാണും. അതെല്ലാം ഈ എഡ്യൂക്കേഷനോടൊപ്പം ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, അത് എല്ലാവർക്കും കിട്ടുന്ന സർട്ടിഫിക്കേഷൻ ആണെങ്കിലും അത് നിങ്ങളുടെ കരിയറിന് വളരെയധികം റെലവൻ്റ് ആണെങ്കിൽ അത് പറഞ്ഞിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. ഇങ്ങനെ പറയാം: Hi, thank you for this opportunity. I'm a certified UGC NET educator with 3+ years of experience in എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. അപ്പം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സ്കിൽസ് ആണ്. സ്കിൽസ് ഓർ സ്ട്രെങ്ത്സ് എന്നാണ് ഈ സെക്ഷന് പറയുന്നത്. ESAയിൽ സ്കിൽസ് ഓർ സ്ട്രെങ്ത്സ്. അപ്പം ഇവിടെ 2 തരത്തിലാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഈ സ്കിൽസ് ആൻഡ് സ്ട്രെങ്ത് സെക്ഷനിൽ നിങ്ങൾക്കുള്ള എല്ലാ സ്ട്രെങ്തും നിങ്ങൾക്കുള്ള എല്ലാ സ്കില്ലും പറയാനുള്ള ഒരു പോർഷൻ അല്ല ഇത്. നമുക്ക് മാക്സിമം ഒരു 60 സെക്കൻഡിൽ കൂടുതൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വലിച്ചു നീട്ടാൻ പാടില്ല. അപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മളതിനെ അസസ് ചെയ്തിട്ട് ഏറ്റവും നെസസറി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ റോളിലേക്ക്, ഒരു HR റോളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ആ റോളിലേക്കാണ്, അല്ലെങ്കിൽ സൊല്യൂഷൻ ആർക്കിടെക്റ്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള റോളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ റോളിന് വേണ്ട കോർ സ്കിൽ എന്താണ്? കോർ ടെക്നിക്കൽ സ്കില്ലാവാം, സോഫ്റ്റ് സ്കില്ലാവാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളതിൽ വളരെ സ്ട്രോങ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് വേണം ഈ അടുത്ത സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിപ്പോൾ പവർ BI അറിയാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിൽ നമ്മൾ വളരെ സ്ട്രോങ് ആണ്,
പൈത്തണിൽ നമ്മൾ സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ് സ്കില്ലുണ്ട്, നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്, നിങ്ങൾ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ സ്കിൽസ് ഓർ സ്ട്രെങ്ത്തിൽ അത് മെൻഷൻ ചെയ്യാം. പക്ഷേ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഏത് സ്കില്ലാണ് ഏത് സ്ട്രെങ്താണ് നിങ്ങൾ പറയുന്നതെങ്കിലും അതിന് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതൊരു 3 സെൻറ്റൻസ് ഫ്രെയിംവർക്കാണ് സ്കില്ലും. ഇതിൽ അടുത്ത സെൻറ്റൻസ് ആയിട്ട് അതിന് പ്രൂഫ് കൊടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം പൈത്തണിൽ വളരെയധികം എക്സലൻ്റ് ആണ്, ഐ എം സ്കിൽഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് പറയുമ്പം നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അതിന് പ്രൂഫായിട്ട് ഇതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ എൻ്റെ ഈ ഒരു സ്ട്രെങ്ത് കാരണം എനിക്കുണ്ടാക്കാൻ പറ്റിയ മാറ്റം സോ ആൻഡ് സോ ആണെന്ന് പറഞ്ഞു വെക്കാൻ നമുക്ക് പറ്റണം. ഒരു ഫ്രഷറാണ്, ഇവിടെ നിങ്ങൾക്ക് സ്ട്രെങ്താണ് പറയാൻ ഏറ്റവും നല്ലത്. നിങ്ങളുടെ പാഷനെക്കുറിച്ചോ നിങ്ങളുടെ മിഷനെക്കുറിച്ചോ സംസാരിക്കാം. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനൊരു പ്രൂഫ് അടുത്ത സെൻറ്റൻസിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് അടുത്തൊരു ചോദ്യം അതിനെ സംബന്ധിച്ച് വരും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ സ്കിൽസ് ഓർ സ്ട്രെങ്ത് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ് സെക്ഷനാണ്. ഇതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു അച്ചീവ്മെൻറ്റ് അവിടെ പറയാം. അപ്പോൾ ഇതിനെ എപ്പോഴും ക്വാണ്ടിഫയബിൾ മെട്രിക്സിൽ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മളെപ്പോഴും ഈ ഡേറ്റ അല്ലെങ്കിൽ നമ്പേഴ്സ് കയറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഡേറ്റ ഡംപിങ് പോലെ തോന്നും. നമ്മൾ രണ്ടാൾക്കാർ സംസാരിക്കുമ്പോൾ വളരെ കോൺവെർസേഷണലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ നമ്പേഴ്സും മെട്രിക്സും ഒന്നും കൃത്യമായിട്ട് പറയണമെന്നില്ല അല്ലേ. ഇനി നിങ്ങളൊരു ഫ്രഷറാണെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ പഠിച്ച സമയത്ത് അല്ലെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. നിങ്ങൾ വളരെയധികം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കോളേജിന് വേണ്ടി പ്രസൻറ്റേഷൻസ് അവതരിപ്പിച്ച് സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പറയാം, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. നിങ്ങളൊരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ എന്ത് അച്ചീവ്മെൻറ്റ്സും നമുക്ക് പറയാം. അടുത്തതെന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ എങ്ങനെ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എൻഡ് ചെയ്യണം എന്നുള്ളതാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി എബൌട്ട് യു ആണ് നിങ്ങൾ തുടങ്ങുന്നത് അല്ലേ. പക്ഷേ എപ്പോഴും സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് വാട്ട് യു ക്യാൻ ഡു ഫോർ ദ കമ്പനി. അതിലായിരിക്കും അവർ ക്യൂറിയസ് ആയിരിക്കുന്നത്. ശരി, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, നിങ്ങൾക്ക് പീപ്പിൾ സ്കിൽസ് ഉണ്ട്, നിങ്ങൾ ടെക്നിക്കലി വളരെ സൗണ്ടാണ്, ഓക്കെ, സോ വാട്ട്. ആ സോ വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യനെ നമ്മൾ ആൻസർ ചെയ്ത് വേണം സെൽഫ് ഇൻട്രൊഡക്ഷൻ നിർത്താൻ വേണ്ടി. സോ വാട്ടെന്ന് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആ കമ്പനി എന്ത് തരം കമ്പനിയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആ കമ്പനിയുടെ മിഷൻ എന്താണ്, വിഷൻ എന്താണ്, ഈ റോൾ എങ്ങനത്തെയാണ് എന്ന് മനസ്സിലാക്കുക. റോൾ തന്നെ പലതരത്തിലുണ്ട്. ഇപ്പം ചില ആൾക്കാരുടെ റോൾസ് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരുമായിട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ്മെൻറ്റ് വരുന്ന റോളായിരിക്കും. വേറെ ചിലതെന്ന് പറഞ്ഞാൽ എൻവയോൺമെൻ്റലി റിലേറ്റഡ് ആയി. ഫോർ എക്സാമ്പിൾ ജൂനിയർ സസ്റ്റൈനബിലിറ്റി അസോസിയേറ്റ് എന്നൊക്കെ പറഞ്ഞ റോളുകളുണ്ട്. അപ്പോൾ അവിടെ ഓരോന്നിനും ഓരോ മിഷനും വിഷനും ഉണ്ട്, റോളിനും കമ്പനിക്കും. ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് വേണം വാട്ട് യു ക്യാൻ ഡു ഫോർ ദ കമ്പനി. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഒപ്പം ഈ വീഡിയോ ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നിയാൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എൻ്റെ ലിങ്ക്ഡിൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെയും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നതാണ്. അവിടെ ഞാൻ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിന് ലിങ്കും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സിന് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒപ്പം മിഡ് കരിയർ പ്രൊഫഷണൽസിന് വേറെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ലിങ്കും ഞാൻ താഴെ കൊടുത്തിരിക്കുക. ഒപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.